നമ്മുടെ മോശമായ സ്വഭാവത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ നമുക്ക് സംശുദ്ധമാക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ ഹൃദയത്തെ സംശുദ്ധമാക്കിയെടുക്കാം, നമ്മുടെ ശുദ്ധീകരിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖദ് അഫ്ലഅ മൻ തസക്ക, ആര് ഒരുത്തനാണോ അവന്റെ നഫ്സിനെ ശുദ്ധീകരിച്ചത് അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് വിളിച്ചു പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനുള്ള വഴികളാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുക. ഒരാളെ കുറിച്ച് നമ്മൾ ആരെ കുറിച്ചാണോ നല്ലത് പറയുന്നത്, പ്രത്യേകിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലെങ്കിൽ അംബിയ മുർസലീങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാരെ, അവരെ കുറിച്ച് നമ്മൾ നല്ലത് പറയുമ്പോൾ അവരുടെ മുഖേന നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. നമ്മൾ ആരെയോട് കൂടെ കൂടുന്നോ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതം നന്നാക്കാൻ കഴിയും. അങ്ങനെയല്ലേ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്, അല്ലേ? നമ്മളെ യുവാക്കളൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല ചങ്ങായിപ്പാടാണ്, നല്ല ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ല നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇല്ല, നമ്മളെ ഫ്രണ്ട്ഷിപ്പിന്റെ ചില കൂട്ടുകാർ മോശമായ സ്വഭാവത്തിന്റെ ആളാണെങ്കിൽ നമ്മളും അതിനോട് ചായുന്നതോടുകൂടി നമ്മളെ സ്വഭാവം മോശമായി വരുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സദസ്സുകൾ അത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള സദസ്സാണ്. അങ്ങനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഖദ് അഫ്ലഅ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാണ്, ഖദ് അഫ്ലഅ മൻ തസക്ക, ആരാണ് ഹൃദയം ശുദ്ധീകരിച്ചവർ അവർ വിജയിച്ചിരിക്കുന്നു. വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ക. ഞാൻ ആ നീട്ടി പരത്തി പറയുന്നില്ല, മറ്റുള്ള വിഷയങ്ങളാണ്. ഞാൻ വെറും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള വഴികൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹൃദയം ശുദ്ധീകരിക്കാൻ 4 കാര്യങ്ങളാണ് മഹാനായ ഇമാം ഗസാലി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. 4 കാര്യങ്ങൾ നമ്മൾ ആത്മസംസ്കരണത്തിനുണ്ട്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ നല്ലവണ്ണം ഓതണം, ധാരാളം പരിശുദ്ധ ഖുർആൻ ഓതണം. വെള്ളിയാഴ്ച അൽകഹഫ് ഓതിയാൽ മാത്രം പോരാ, എല്ലാ ദിവസവും നമുക്ക് ഖുർആനുമായിട്ട് ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിയണം. നമ്മൾ ഖുർആന്റെ അഹ്ലുകാരാണ്, പേര് പറഞ്ഞാൽ മാത്രം പോരാ, ആ ഖുർആനുമായി ബന്ധപ്പെടാൻ എൻ്റെ ഉമ്മമാരെ നമ്മളെ കൊണ്ട് സാധിക്കണം. മഗ്രിബിനും ഇശാഇനും അല്ലെങ്കിൽ സുബഹിന്റെ സമയത്തൊക്കെ നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ആ ഖുർആൻ മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് ഇമാം ഗസാലി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ. അത് ആത്മശുദ്ധീകരണത്തിലുള്ള ഒരു വഴിയാണ്. രണ്ടാമതായി പറഞ്ഞത്, മരണത്തെ നമ്മൾ ഓർക്കണം. മരണത്തെ ഓർക്കണം. മഹാനായ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി ഒരാളെ പൈസ കൊടുത്ത് ഒരു പണിക്കാരൻ നിർത്തിയിരുന്നു, മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വലിയ വലിയ പാഠങ്ങളാണ്. പഠിക്കുന്ന മക്കളല്ലാത്ത എല്ലാവർക്കും മരണത്തെക്കുറിച്ച് ഓർക്കൽ നല്ലതാണ്. ഈ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയും. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ. നമുക്കറിയാം, ഇന്നലെ വാട്സപ്പിൽ മിഞ്ഞാന്ന് നമ്മളൊക്കെ കണ്ടു, നമ്മളെ വേദനിക്കുന്ന ഒരു വാർത്തയായിരുന്നു. പിഞ്ചോമന മക്കൾ 14, 7, 12, 13 വയസ്സുള്ള ഒരു കുടുംബത്തിലെ 4 മക്കളാണ് വിദേശ രാജ്യത്ത് നിന്ന് ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. അള്ളാഹു അവർക്ക് മഅഫ്റത്ത് നൽകട്ടെ, ആ മക്കൾക്ക് അള്ളാഹു മഅഫ്റത്ത് നൽകട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. എപ്പോഴാണ് മരണമെന്ന് നമുക്കറിയില്ല. അപ്പൊ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇമാം ഗസാലി തങ്ങൾ നമ്മൾ ആത്മശുദ്ധീകരിക്കുന്ന 2ാമത്തെ വഴി. 3ാമത്തെ വഴിയായിക്കൊണ്ട് രാത്രിയിൽ നിസ്കരിക്കുക. പാതിരാ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മളെ കൊണ്ട്, ഇന്ന് സുബഹി 5:32 വാങ്ക്, 5 മണിക്ക് എഴുന്നേറ്റിട്ടെങ്കിലും 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ അള്ളാഹുമായിട്ട് അടുക്കുമ്പോൾ ആ ഒരു നിസ്കാരം കൊണ്ട്, രാത്രി നിസ്കാരം നമ്മളെ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളെ ആത്മാവ് ശുദ്ധീകരിക്കാൻ കഴിയും. എന്നിട്ട് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയാണ്, ഭക്ഷണം അത് വേണ്ടതിന് നമ്മൾ ആ ശരീരത്തിന് വേണ്ട ഭക്ഷണമാണ് കഴിക്കേണ്ടത്. വയറ് നിറച്ച് തിന്നാൻ പാടില്ല. വയറ് നിറച്ചല്ല, നമ്മളെ ആഫിയത്തിന് വേണ്ടി, നമ്മളെ ശരീരത്തിന്റെ ഹെൽത്ത്, ആ സിഹത്ത്, അതിനു വേണ്ടി ഭക്ഷണം കഴിക്കണം. തീരെ കഴിക്കണ്ട എന്നല്ല, നേരെ മറിച്ചോ എപ്പോഴും കണ്ടതും എവിടെ നിന്നെല്ലാം ഭക്ഷണം കിട്ടും അതൊക്കെ കഴിച്ചിട്ട് നമ്മളെ വയറ് കേട് വരുത്തിയാൽ ആ മോശമായത് നമ്മളെ ചെയ്ത സ്വഭാവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇങ്ങനെയുള്ള മജ്ലിസുകളും, അള്ളാഹുവിനെ സ്മരിക്കുന്ന മജ്ലിസ്, റസൂലുള്ളാഹി തങ്ങളെ സ്മരിക്കുന്ന മജ്ലിസ്, ഇതൊക്കെ നമുക്ക് എന്തിനു സാധിക്കും? നമ്മളെ
അള്ളാഹു ആത്മാവ് ശുദ്ധീകരിക്കാൻ സാധിക്കും. അള്ളാഹു നമ്മളെ ഹൃദയങ്ങളൊക്കെ അള്ളാഹു ശുദ്ധീകരിച്ചിരുമാറാവട്ടെ. ഈ വയല് പരിപാടി ഇന്ന് തുടങ്ങി, നാളെയും മറ്റന്നാളും ഇവിടെ നടക്കുന്ന പരിപാടി ഇവിടൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിലും നമ്മളെ മനസ്സിൽ എന്താ നിയത്ത്? പടച്ചവനെ, ഞാൻ പോവുകയാണ്, എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണം. നിസ്കരിക്കാത്തവനാണെങ്കിൽ ചിന്തിക്കണം, എനിക്ക് നിസ്കരിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നൽകുന്നുണ്ട്. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ എനിക്ക് കാണണം. മാത്രമല്ല എൻ്റെ ചീത്ത സ്വഭാവങ്ങൾ എനിക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. അങ്ങനെ ഒരു സ്വഭാവത്തിന്റെ ഒരു ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ, തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ഹറാമ് കാണുന്നവരാണെങ്കിൽ, ഹറാമ് ചെയ്യുന്നവനാണെങ്കിൽ, കള്ള് കുടിക്കുന്നവനാണെങ്കിൽ, മോശമായ സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിൽ എനിക്ക് മാറാൻ കഴിയണം എന്നുള്ള ചിന്ത വേണം. കാരണം എപ്പോഴാണ് മരിക്കുന്നത് പറയാൻ പറ്റില്ല. മിഞ്ഞാന്ന് ഉപ്പരങ്ങാടിയിൽ ഒരു സഹോദരൻ രാത്രിയൊക്കെ നല്ലോണം കച്ചവടം ചെയ്ത സഹോദരനാണ്, നല്ല ഫ്രൂട്ട് കച്ചവടമൊക്കെ ചെയ്ത് നല്ല ആത്മീയത്തിലുള്ള സഹോദരൻ. പെട്ടെന്ന് രാവിലെ എണീൽക്കുമ്പോൾ മരിക്കുന്ന ഒരു വാർത്തയാണ്, മരണ വാർത്തയാണ് അറിയാൻ സാധിച്ചത്. എൻ്റെ സഹോദരന്മാരെ, മരണത്തിന് സമയമില്ല, നമ്മളോട് മുൻകൂട്ടി പറയുന്നില്ല. ഇസ്രായേൽ അലൈഹിസ്സലാം എപ്പോൾ വരുമെന്ന്, എങ്ങനെ വരുമെന്നൊന്നും നമുക്കറിയില്ല. എവിടെ വെച്ച് മരിക്കുന്നു നമുക്കറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ആ മരണം വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം നമുക്ക് സംശുദ്ധമാക്കാൻ കഴിയണം. നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹു ഇഷ്ടപ്പെട്ടതിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെയുള്ള മജ്ലിസാണ് ഇപ്പോൾ കഴിഞ്ഞത്. അൽഹംദുലില്ലാ. ഇനിയും കേൾക്കാനുള്ള ആഗ്രഹങ്ങളാണ് ഇങ്ങനത്തെ മജ്ലിസുകളൊക്കെ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുമ്പോഴൊക്കെ അതൊക്കെ മനസ്സറിഞ്ഞ് കേൾക്കുമ്പോൾ അതിൻ്റെ അത്ര ഒരു മധുരം, അല്ലെങ്കിൽ അതിൻ്റെ അത്ര ഒരു രസം, അത് ലയിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. അള്ളാഹുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, അല്ലെ, അള്ളാഹുമായിട്ട് അടുക്കുമ്പോൾ, അള്ളാഹുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ, എന്നെ എല്ലാ രൂപത്തിലും എനിക്ക് നിഅമത്ത് തന്ന അള്ളാഹു, എനിക്ക് ആഫിയത്ത് തന്ന അള്ളാഹു, എനിക്ക് ആരോഗ്യം തന്ന അള്ളാഹു, എനിക്ക് വീട് തന്ന അള്ളാഹു, എനിക്ക് കണ്ണിന്റെ കാഴ്ച തന്ന അള്ളാഹു, എനിക്ക് വാഹനം തന്ന അള്ളാഹു, എനിക്ക് മക്കളെ തന്ന അള്ളാഹു, എനിക്ക് സമ്പത്ത് തന്ന അള്ളാഹു, എനിക്ക് ജോലി തന്ന അള്ളാഹു. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ പടച്ചവൻ എന്താണ് നമുക്ക് നൽകാത്തത്? അല്ലെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഫലസ്തീനിലും അല്ലെങ്കിൽ ആഫ്രിക്കൻ യൂറോപ്യൻ കൺട്രികൾ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓടി നടക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ യാചന, എത്രയോ ആളുകൾ നമ്മൾ തിന്ന ഭക്ഷണം, മനുഷ്യർ തിന്ന ഭക്ഷണം വലിച്ചെറിയുമ്പോൾ അതിലെ വേസ്റ്റുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, എല്ലാ വേസ്റ്റ് ഭക്ഷണത്തിന്റെ ബാക്കി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി വലിയ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മളെ കൺമുമ്പിൽ വരാറുണ്ടല്ലോ. നമുക്ക് ആ പ്രയാസം അള്ളാഹു വന്നിട്ടില്ല. ആർക്ക് മുമ്പിലും കൈ നീട്ടുന്ന ഒരവസ്ഥ തന്നിട്ടില്ല. നമുക്ക് അള്ളാഹു ഭക്ഷണത്തിന്, അന്നത്തിന് അന്നം തന്നിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും കൊറോണ വന്ന സമയത്ത് പോലും അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ മാത്രം മതി നമുക്ക് നന്നാവാൻ. എന്നെ അള്ളാഹു ഒഴിവാക്കിയിട്ടില്ല, എന്നെ അള്ളാഹു ദൂരെയാക്കിയിട്ടില്ല. എനിക്കെല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇനി ഞാനാണ് അള്ളാഹ്ക്ക് നൽകേണ്ടത്. ശുക്ർ ചെയ്യണം, അൽഹംദുലില്ലാ പറയണം, നിസ്കരിക്കണം, ദിക്ർ ചൊല്ലണം, സഹായം ചെയ്യണം. ഇങ്ങനെ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ഒരു മാർഗത്തിൽ എൻ്റെ ജീവിതം കൊണ്ടുപോകാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ നമ്മൾ ഖദ് അഫ്ലഅൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞതുപോലെ ആ വിജയിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കും, അതിൽ ഉൾപ്പെടാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സമസ്തയുടെ പണ്ഡിതന്മാർ കാണിച്ചതെന്ന് എന്താണ്? അവരെ സമസ്തയുടെ പണ്ഡിതന്മാർ അനുസ്മരിച്ചാൽ മാത്രം പോരാ, അവർ കാണിച്ച മഹാനായ ജബ്ബാർ ഉസ്താദ് നബ്ബർ അല്ലാഹു മർക്കദ, അല്ലെ, എത്ര ആളുകളാണ് മരിച്ച ശേഷമാണ്, അല്ലെങ്കിൽ ആ വഫാത്തിന് ശേഷമാണ് ജബ്ബാർ ഉസ്താദിനെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയത്. മഹാനായ ഷാ ഉസ്താദ്, അവരെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കുന്നതോ അവരുടെ മരണ വാർത്ത അറിയുമ്പോഴാണ്. മഹാനായ സമസ്തയുടെ എല്ലാ ആലിമീങ്ങളും അവരൊക്കെ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മരണപ്പെടാനുള്ള കാരണം എന്താ? അള്ളാഹുമായി അവർ അടുത്തു, അള്ളാന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഇവിടെ ദീന് നിലനിൽക്കണം, അതിനു വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത്. ഇന്ന് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് ഗൾഫ് ഖത്തറിലാണുള്ളത്. നാളെ അങ്ങനെ പല രാഷ്ട്രങ്ങളിലും ഓടി നടക്കുന്നതിന് വേണ്ടിയാ. അവർക്ക് എന്തെങ്കിലും അവരുടെ ജോലിയല്ലല്ലോ സമസ്ത വളർത്തുക എന്ന് പറഞ്ഞാൽ. പിന്നെന്താ? സമസ്ത ദീനാണ്, ആ ദീൻ ഇലാഹിയായ പ്രസ്ഥാനമാണ്, അതിവിടെ നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ജിഫ്രി തങ്ങൾ ഓടി നടക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് MT ഉസ്താദ് ഓടി നടക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ആലിക്കുട്ടി ഉസ്താദ്, അള്ളാഹു അടുത്ത ദർജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, അവരൊക്കെ ഓടി നടക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. മഹാനായ കാളമ്പാടി ഉസ്താദ് ഓടി നടന്നത് അതിന് വേണ്ടിയിട്ടാണ്. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഓടി നടക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഖാലിയാർ താക്ക ഉസ്താദ് ഓടി നടന്ന അതിന് വേണ്ടിയിട്ടാണ്. മഹത്തുക്കളായ സമസ്തയുടെ ബംബ്രാൻ ഉസ്താദ്, ഇന്ന് കണ്ട നമ്മുടെ കർണാടക ഭാഗത്ത് ഉസ്മാൻ ഫൈസി ഉസ്താദ്, ഓടാർ, അവരൊക്കെ ഓടി നടക്കുന്നുണ്ടാ. ഇവിടെ ദീനിയായ ഈ പ്രസ്ഥാനം നിലനിൽക്കണം, ഇവിടെ ദീന് നിലനിൽക്കണം. സമസ്ത ഇല്ലെങ്കിൽ, അല്ലെ, ഇന്ന് ദീൻ ഉണ്ടാവില്ല. സമസ്ത ഉണ്ടായത് കൊണ്ടാണ് എത്രയോ മദ്രസ പ്രസ്ഥാനങ്ങൾ ഇവിടെ വളർന്നു വന്നിട്ടുള്ളത്. ഇല്ല
എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കോ? ഒരാളെ കൊണ്ട് നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇത്. വെറുതെ ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു പറയാ, വെറുതെ ആളുകളെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടല്ല. 10,000-ലേറെ മദ്രസകളും 1,00,000-ലധികം വരുന്ന മദ്രസ വിദ്യാർത്ഥികൾ, അതിലേറെ 1,00,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ എത്രയോ മുഅല്ലിമീങ്ങൾ, ഇവരൊക്കെ ജോലി ചെയ്ത് ഈ ദീനിയായ പ്രസ്ഥാനം നിലനിന്ന് പോകുന്നത്. ഇനി സമസ്തയുടെ ആ ദീനെത്താത്ത എത്രയോ സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. അതുകൊണ്ടാണ് സമസ്ത ഈ ശതാബ്ദി യാത്ര തുടങ്ങുമ്പോൾ കന്യാകുമാരിയാണ് തുടങ്ങിയിട്ടുള്ളത്. തഹിയ ഫണ്ടിന്റെ അതിന്റെ ഏകദേശം ഒരു ഭാഗം തമിഴ്നാടിൽ ഒരു എഡ്യൂക്കേഷനും ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനവും അതുപോലെ തന്നെ വലിയൊരു സംവിധാനം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സമസ്ത തുടങ്ങി വെക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 100 വർഷത്തിൽ സമസ്തയുടെ ഓരോ പ്രവർത്തനം എടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് സമസ്ത ചോദിക്കുമ്പോഴും സമസ്ത വരാൻ പറഞ്ഞപ്പോഴും ആളുകൾ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എന്താണ് സമസ്ത എന്തൊക്കെ ചെയ്തു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. വെറുതെ ആളുകളെ മുമ്പിൽ ഇങ്ങനെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടല്ല സമസ്ത ചെയ്തത്. അത് ഓരോന്നും രേഖാമൂലം സമസ്ത ചെയ്തത് നമുക്ക് എല്ലാ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാക്കിയതാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സമസ്തയുടെ നേതാക്കന്മാർ കാണിച്ചെന്ന വഴിയാണ് അസ്റാത്തുൽ മുസ്തഖീം എന്ന് പറയപ്പെടുന്ന വഴി. അവർ കാണിച്ചെന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മളുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കിയെടുക്കാൻ കഴിയണം. അള്ളാഹുമായി അവർ അടുത്തതുകൊണ്ട് അവിടെ ജീവിതം അള്ളാഹു ഉന്നതമായ രീതിയിൽ അള്ളാഹു ഉയർത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ അവർ കാണിച്ചെന്ന നേരായ മാർഗത്തിലൂടെ ജീവിക്കാം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി നമുക്കുള്ള ദുആ എന്താണ്? അള്ളാഹുവേ, നമ്മളെല്ലാവരെയും ആ 100-ാം വാർഷികത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകണം തമ്പുരാനെ എന്നുള്ള ദുആയാണ് നമ്മൾ ദുആരിക്കേണ്ടത്. അള്ളാഹു നല്ല അതൊരു ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞാൽ അത് വലിയ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഭാഗ്യമാണ്. ജീവിതത്തിൽ കിട്ടുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് 100-ാം വാർഷികത്തിൽ അവിടെ പോയിക്കൊണ്ട് മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര്, പണ്ഡിതന്മാര്, ആലിമീങ്ങൾ അവിടുന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ദുആരിക്കുമ്പോൾ ഒന്ന് ആമീൻ പറയാൻ, അവിടെ ജമാഅത്തായി നിസ്കരിക്കാൻ, അവിടെ പോയിക്കൊണ്ട് അവിടുത്തെ മതപണ്ഡിതന്മാർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞിരുന്ന ഇൽമു നുകരാൻ, അവർ അത് മനസ്സിലാക്കാനുള്ള വലിയ തൗഫീക്ക് അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ദുആ ആ സമ്മേളനം വിജയിപ്പിക്കാനും ആ സമ്മേളനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അതിൽ ഞമ്മക്കും ഒരു ഭാഗമാവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ദുആക്ക് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിനു വേണ്ടിയാണ് പണ്ഡിതന്മാർ പ്രവർത്തിക്കുന്നത്. മഹത്തുക്കളായ മുഹീദ്ദീൻ ഷഹീദ് അടക്കമുള്ള അള്ളാഹിന്റെ ഔലിയാക്കന്മാരൊക്കെ പ്രവർത്തിച്ചത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ടാ. അതിന്റെ അതേ വഴിയിലാണ് ഇന്ന് സമസ്തയും നമ്മൾ വിളിക്കുന്നത്. ദീന് നിലനിൽക്കണം, സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം. ദീനില്ലെങ്കിൽ പിന്നെന്തിനാ അല്ലെ? അള്ളാഹുവിന്റെ അറിവില്ലെങ്കിൽ, ദീനില്ലെങ്കിൽ പിന്നെ ഒന്നുണ്ടായിട്ടും കാര്യമില്ല. ഇൽമു നിലനിൽക്കണം. ഇവിടെ വിദ്യാഭ്യാസം വേണം. മതപരമായ വിദ്യാഭ്യാസം നിർബന്ധമാണ്. ഭൗതികരമായ വിദ്യാഭ്യാസം പഠിക്കേണ്ട രൂപത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയണം. പെൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയണം, ആൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയണം. ഇതൊക്കെ സമസ്ത കീഴിലായിക്കൊണ്ട് ഇന്ന് അൽഹംദുലില്ലാ വലിയൊരു സംവിധാനമാണ് തുടർന്ന് വരുന്നത്. അൽബിർ മുതൽ ഇന്ന് സമസ്തയുടെ ഫളീല സംവിധാനം ഡിഗ്രി വരെ നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഉണ്ടല്ലോ അല്ലെ? ആത്തൂരിലും ഉപ്പനങ്ങാടിയിലും ഫാദില സംവിധാനങ്ങളുണ്ട്. ഡിഗ്രി പഠിക്കേണ്ടവർക്കുള്ള സംവിധാനങ്ങളുണ്ട്. അൽബിറിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സമസ്ത തുടങ്ങി വെച്ചത് നമ്മുടെ മക്കളൊന്നും മറ്റുള്ള ബിദ്അത്തിന്റെ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ പാടില്ല എന്നുള്ള വലിയൊരു ഉദ്ദേശം കൊണ്ടാണ്. കാരണം നമ്മളെ മക്കള് മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണം. നാളെ നമുക്ക് ഉപകരിക്കുന്ന മക്കളാവണം. അള്ളാഹു അതിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്താൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ മൺമറഞ്ഞു പോയ ഉസ്താദുമാര് അതുപോലെ തന്നെ സമസ്തയുടെ പണ്ഡിതന്മാരുടെ മേലിലേക്ക് ഒരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് ഇഖ്ലാസ് സൂറത്ത് ഓതി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും ജീവിതത്തിൽ പകർത്താം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ വീണ്ടും ഞാൻ ഉസ്താദിന് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തരുത് എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് ഈ ഒരു സെറ്റപ്പ് ടീം ഇൻഷാ അല്ലാഹ് നിങ്ങൾ തുടർന്നു കൊണ്ടേ പോകണം. റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുക, അതിങ്ങനെ ഒരു ടീമായി കൊണ്ട് ഇങ്ങനെ അത് പോവുക, അതിനെ മുന്നോട്ട് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അതിങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് കേൾക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് എടുത്ത് വരും. ഇൻഷാ അല്ലാഹ് ഒന്ന് ദുആ ചെയ്തിട്ട് ഒന്ന് ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് വരും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നെടുത്ത്, സുഖമില്ലാത്ത ആളുകൾ മുമ്പിൽ കസാല വന്നിരിക്കുക, അല്ലാത്ത ആളുകൾക്ക് ഒന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിഞ്ഞു പോകാം. ഒന്ന് കസാല മുമ്പിലുണ്ടല്ലോ, ഒന്നെടുത്ത് വരും. എല്ലാവരും വരും. ബിസ്മില്ലാഹ്.